വന്നപ്പോ മഞ്ഞപ്പൊടിയും തേനും കിട്ടുമെന്ന് നോക്കുകയായിരുന്നു. ഇപ്പൊ എന്തിനാ മഞ്ഞപ്പൊടിയും തേനും? ഈ തേനും മഞ്ഞപ്പൊടിയും ചുണ്ണാമ്പും ചില അനസാരികളും ചേർത്താണ് സിനിമയ്ക്ക് ബ്ലഡ് ഉണ്ടാക്കുന്നത്. ആണോ? ഇപ്പൊ എന്തിനാ ബ്ലഡ്? എനിക്കൊരു സിനിമ വന്നിട്ടുണ്ട്, ഒരു വെടിപ്പടവാ. ധാരാളം ചോര വേണ്ടി വരും. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമാണ് വിഷയം. പപ്പം പറപ്പൊക്കെ ഇറക്കി പാടാ. എന്നെയും വിൻസെന്റ് മാസ്റ്റർക്ക് സ്പെഷ്യൽ കിട്ടണമെങ്കിലേ വിളിക്കൂ. അല്ല, ഞാനിപ്പോ പോയാലും എന്റെ സഹായമില്ലാതെ നീ മേക്കപ്പ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞല്ലോ. അത്യാവശ്യം സീരിയലിനൊക്കെ വേണമെങ്കിൽ മേക്കപ്പ് ചെയ്യാം. ചുമതലക്കുട്ടി വന്നോ? ചേച്ചി എന്നെ തിരക്ക് വീട്ടിൽ വന്നിരുന്നോ? ചുമ്മാ കാണാൻ വന്നതാ. അയ്യോ സോറി ചേച്ചി, ഞാൻ പുറത്തു പോയേക്കായിരുന്നു. എന്താ? ഒന്നുമില്ല. വെറുതെ മലയാളം പഠിക്കണല്ലോ. അരുണുമായിട്ടൊക്കെ സംസാരിക്കാറുണ്ടോ? ഇല്ല ചേച്ചി, അരുണിനെ വിളിച്ചിട്ട് ഫോൺ കിട്ടുന്നില്ല. ഓ, അത് ഫോൺ എപ്പോഴും ബാത്റൂമിലിരിക്കുന്നോണ്ടാ. മാത്രമല്ലോ, അതെങ്ങനെ ചേച്ചിക്ക് അറിയില്ല? അവന്റെ ഹാബിറ്റ് ആണല്ലേ. ഞാനും അവന്റെ മമ്മയിട്ട് പറഞ്ഞ അവനെ എപ്പോഴും കളിയാക്കും. മോള് പുറത്ത് പോയി വിളിച്ചു നോക്കൂ, ഇപ്പൊ ഫോണിൽ കിട്ടും. ഞാനിപ്പോ സംസാരിച്ചേ ഉള്ളൂ. ആണോ? ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഓക്കെ. ആഹാ, ഒറിജിനൽ ചോര തോറ്റിട്ടു. ഇഡലി മണ്ണൊക്കെ പുറത്തിയാടിയാ. ചതിച്ചോ? ചോര എന്താ പറ്റി? എന്താ പറ്റി? എന്താ പറ്റി? മോളെ ഇത് പടാന്ന് വീണോ? അവിടെയും ചോര. ഗർഭിണിയായ കുട്ടിയല്ലേ വീണത്. ഭഗവതി ചതിച്ചോ? നമുക്ക് ഉടനെ ആശുപത്രി കൊണ്ടുപോകാം. ലക്ഷ്മി ഓടി വാ. കൊച്ചിനൊന്നും സംഭവിക്കില്ല മോളെ. എന്താ മോളെ ഇത് വീണു. ആശുപത്രി കൊണ്ടുപോടാ. ഒന്നും വരുത്തരുത്. ഡോക്ടർമാരെ അവളെ ചെക്ക് ചെയ്ത ഗർഭിണിയില്ലെന്നറിയും. അറിഞ്ഞ പിന്നെ എന്റെ അമ്മാവന്മാര് എങ്ങനെയെങ്കിലും പറഞ്ഞൊന്ന് ഒഴിവാക്കാൻ നോക്ക്. എന്റെ അവള് ഗർഭിണി തന്നെയാ, എനിക്ക് ഉറപ്പാ. വേണമെങ്കിൽ തന്തേരാണെന്ന് ഞാൻ DNA ടെസ്റ്റ് നടത്തും. നീ സൂക്ഷിച്ചോ. ഹായ്, ഞാനെന്തിനാ സൂക്ഷിക്കാൻ? കിസ് ചെയ്ത കൊച്ചുണ്ടാവും. ഒന്ന് വീണതാ. ഗർഭിണിയാ. ഡോക്ടർ വിശദമായിട്ടൊന്ന് പരിശോധിക്കണം. അതെ ഡോക്ടർ, കൊച്ചിന്റെ അച്ഛൻ ആരാണെന്ന് അറിയാനുള്ള ടെസ്റ്റ് കൂടെ നടത്തണം. ഞാൻ അവളുടെ ഭർത്താവാ. പക്ഷെ ഞങ്ങൾക്കിടയിൽ അങ്ങനെയൊന്നും നടന്നിട്ടില്ല. അവര് തനിയെ ഡ്രസ്സ് മാറിക്കോളാന്ന് പറഞ്ഞു. ഡോക്ടർ പ്ലീസ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ആക്ച്വലി എന്തുണ്ടായെന്നറിയോ? ഞാൻ കണ്ടുപിടിച്ചോളാം. ഡോക്ടർ പ്ലീസ്. ഞാൻ ഒരുപാട് പെൺകുട്ടികളെ കണ്ടിട്ടുള്ളതാ. അങ്ങനത്തെ ഒരു കുട്ടി അല്ല ഞാൻ. നിനക്കെന്താ കൊമ്പുണ്ടോ? അവസാനം നിങ്ങൾ കുറ്റം പറയരുത്. എത്ര കുട്ടികളെ എടുത്തിട്ടുള്ള കയ്യാ ഇത്? ഈ കുട്ടീനെ എടുക്കണോ? എന്താടാ അവൾ ഡോക്ടറെ കൊന്നതാ? അയ്യോ, മോളെ വിടറാ. എന്താ ഇതൊക്കെ? അമ്മേ, അവള് ഭയം നോടിയതാ. അയ്യോ, നിങ്ങൾ വായി മുളച്ച് നിൽക്കാതെ എന്റെ മോളെ അന്വേഷിക്കണം. എവിടെ പോയാലും നമ്മള് ആയിക്കോട്ടെ. അവള് വാ. ഇവൻ എന്തിനെങ്കിലും ഓർഡറേ? എടാ നിക്കടാ. എന്താ ഞാൻ അവളെ കണ്ടേ? അന്ന് അവളെ ഞാൻ എനിക്കിന്ന് പറ്റിക്കല്ലടി. അയ്യോ അടിപൊളി. എന്താണ് അതിന് പറയാ? എന്താ ഇവരെന്താ പൊട്ടം കടിച്ചവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ